അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ ഖത്മുൽ ഖുർആൻ പഠനഭാഗത്ത് ഇന്ന് നമ്മൾ 61-ാം അധ്യായം സൂറത്തു സഫിലാണുള്ളത്. 28-ാമത്തെ ജുസ് ആണ്. അൽ ജുസ്ഉ സാമിൻ വൽ 28-ാമത്തെ ജുസിൽ പേജ് നമ്പർ പറയുമ്പോൾ 551, 52 പേജുകളിലായി 14 വചനങ്ങളുള്ള 61-ാമത്തെ അധ്യായം. സഫ് എന്ന് പറഞ്ഞാൽ അണിയെന്ന്, സൊഫൻ എന്നൊക്കെ പറയണല്ലേ. അണിയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതിരിക്കുന്നത് അപകടമാണ്, വലിയ തെറ്റാണ്, അള്ളാഹുവിന്റെ ക്രോധത്തിന് കാരണമാകുന്നതാണ്. അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും അത് കെടുത്താൻ സാധ്യമല്ല, അള്ളാഹു തന്നെ അത് പൂർത്തീകരിക്കുന്നതാണ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന അധ്യായമാണ് സൂറ അസ്-സഫ്. സബ്ബഹ ലില്ലാഹി എന്ന തസ്ബീഹിൽ തന്നെയാണ് ഈ സൂറത്തിന്റെയും തുടക്കം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. അവൻ അഗാധജ്ഞനായ പ്രതാപശാലിയത്രേ. ആകാശഭൂമികളിലുള്ള എല്ലാം അവനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അവനെ പരിശുദ്ധിപ്പെടുത്തുന്നുണ്ട്. അവന്റെ പരിശുദ്ധതക്ക് കളങ്കം സൃഷ്ടിക്കുന്ന ഒന്നും അവരിൽ നിന്നില്ല. ഇതുപോലെ ആവണം നമ്മളുമെന്ന്. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ലാതെ, അഥവാ കളങ്കപ്പെടുത്തുന്ന ഒന്നുമില്ലാതെ, അവനിൽ മാത്രം ഇബാദത്തുകൾ അർപ്പിച്ചു പോകുന്ന, അവന് സ്തോത്ര കീർത്തനങ്ങൾ തസ്ബീഹുകൾ ചെയ്യുന്ന ആളുകളായി മാറണം എന്ന് ചുരുക്കം. സത്യവിശ്വാസികളോട് ആദ്യം തന്നെ ഉണർത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാ? അങ്ങനെ പറയുന്നത് കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അല്ലാഹുവിങ്കൽ വളരെ വലിയ ക്രോധ കാരണമായിട്ടുള്ളതാണ് എന്ന്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏത് സന്ദർഭങ്ങളായിരുന്നാലും, നിർബന്ധമായ ചെറുത്തുനിൽപ്പിൻ്റെ ഘട്ടങ്ങളായിരുന്നാലും, അതേപോലെ തന്നെ മറ്റു പ്രവർത്തന മേഖലകളായിരുന്നാലും, ത്യാഗം വരിച്ചുകൊണ്ടുള്ള ഏത് പ്രവർത്തന സന്ദർഭങ്ങളിലായിരുന്നാലും, അപ്പോഴൊക്കെയും പറയുക മാത്രമല്ല, ആ മാർഗത്തിൽ അധ്വാനിക്കുവാനുള്ള, പ്രാവർത്തികമായി രംഗത്ത് വരുവാനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് അതുണ്ടാകണം. ഇല്ലാതിരിക്കുന്നത് ക്രോധത്തിന് കാരണമാകും എന്ന് സൂചിപ്പിക്കുകയാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി അവിടെ 7-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന 7, 8, 9 വചനങ്ങളിലൊക്കെ, 10-ാമത്തെ ആയത്തില്, 11-ാമത്തെ വചനത്തില്, 12-ാമത്തെ, 13-ാമത്തെ ഒക്കെ 14 വരെ മുഴുവൻ ആയത്തുകളിലെയും ഓരോ വിഷയങ്ങളും ഗൗരവമുള്ളതാണ്. ഇപ്പൊ ഇവിടെ 17-ാമത്തെ വചനത്തിൽ പറയാം, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹ് അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്ന, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നവർ ആരാണോ അതിനേക്കാൾ അക്രമിയായി ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു ളാലിമീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് നിർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ലാതെ പോകുന്നു എന്നാണ് ആ വചനം. അള്ളാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമി ആരാണുള്ളത്?
അവനാകട്ടെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല കേട്ടോ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അവർ തങ്ങളുടെ വായി കൊണ്ട് ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തങ്ങളുടെ വായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയുവാൻ ഉദ്ദേശിക്കുന്നു. വല്ലാഹു, അല്ലാഹു ആകട്ടെ മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, തന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവരാണ്. അത് ഉൾക്കൊള്ളാത്ത അവിശ്വാസികളായ ആളുകൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നതൊന്നും നോട്ടമില്ല. അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നതാണ്. അത് മനുഷ്യന് ഇരുലോകത്തേക്കും ഗുണകരമായ വിഷയങ്ങളാണ് അതിൽ. അതുകൊണ്ട് അത് നിർത്തിക്കളയാനുള്ളതല്ല, അത് പൂർത്തീകരിക്കുവാനുള്ളതാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി, ഖിയാമത്ത് വരെ അവൻ അതിനെ നിലനിർത്തുക തന്നെ ചെയ്യും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മെ തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും അവിടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയോടെ ചെയ്യണം. സത്യവിശ്വാസികളെ, അദാബുൻ അലീമുൻ അഥവാ മിൻ അദാബിൻ അലീമിൻ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് തുൻജീക്കും, നിങ്ങൾക്ക് രക്ഷ നൽകുന്ന, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന തിജാറ, വ്യവഹാരത്തെ, കച്ചവടത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ്. വിശ്വസിച്ചവരെ വേദനയേറിയ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, പറഞ്ഞു തരട്ടെ. തീർച്ചയായും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക. നമ്മളുടെ ആവശ്യത്തെ നമ്മൾക്ക് വേണ്ടി അള്ളാഹു അത് നമ്മൾ വേണം വേണ്ട എന്നൊന്നും പറയാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൊട്ടടുത്ത വചനത്തിൽ ഓർമ്മപ്പെടുത്തി, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുക, അധ്വാനിക്കുക, ധർമ്മ സമരം ചെയ്യുക. ആയത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു, നിങ്ങൾക്കറിയുമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതാണ് വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. ആ മാർഗത്തിൽ, അതിൻ്റെ പ്രചാരണത്തിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, അത് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളിൽ, അഥവാ അഗതികളെ സഹായിക്കുക, അനാഥരെ സഹായിക്കുക, പ്രയാസപ്പെടുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക ഇത്യാദി ഒരുപാട് മേഖലകൾ, നന്മയുടെ സഹകരണത്തിൻ്റെ മാർഗങ്ങൾ നിങ്ങൾ സജീവമായി പങ്കാളിത്തം ഉണ്ടാവുക എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ കച്ചവടം. അല്ലാതെ നിങ്ങളുടെ മാല്, നിങ്ങളുടെ സ്വത്തും ശരീരവും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കരുത്. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ സമ്പത്തും ഈ ആരോഗ്യവും ഒക്കെ. ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, ഇതിനെല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ളതാണ്. നല്ല ഉദ്ദേശത്തോടുകൂടെ ഏത് മാർഗത്തിലും നമ്മൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ, പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് ഏറ്റവും വലിയ കച്ചവടമായി മാറുന്നു എന്നാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളോട് പറയുന്നത്, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും അല്ലാഹു. വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വലിയ ഫൗസുൻ അളീമുൻ, ഉന്നതമായ വിജയം നേടാൻ കഴിയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വേറെയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതലായി വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം.